അപ്പൊ നമുക്ക് ഗൈസ് ഇനി നമുക്കൊരു ചെറിയ ഗെയിം സെഷനിലേക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും? ഓക്കെ, കുറെ സിനിമയുടെ കാര്യം പറഞ്ഞില്ലേ? എന്താ ഇല്ല എന്താ പറഞ്ഞേ? നമ്മൾ കുറച്ച് സിനിമയുടെ വിശേഷം പറഞ്ഞില്ലേ? നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഓക്കെ, സോ അതായത് എന്റെ കയ്യിൽ കുറച്ച് സിനിമയിലെ ഫേമസ് ഡയലോഗുകൾ ഉണ്ട്. ഓക്കെ, അത് ഏത് സിനിമയാന്ന് പറയണം. ഓർമ്മ വരുന്നവർക്ക് പെട്ടെന്ന് പറയാം. ഓക്കെ, സോ ഫസ്റ്റ് പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം ഇടരുത്. ഓക്കെ, ഗോ എവേ സ്റ്റുപ്പിഡ് ഇൻ ദ ഹൗസ് ഓഫ് മൈ വൈഫ് ആൻഡ് ഡോട്ടർ. മഴ പെയ്യുന്ന മതലം കെട്ടുന്നു. ഓക്കെ, ഇതല്ല, ഇതിപ്പോ എല്ലാരും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഞാൻ ഓരോരുത്തരോട് ചോദിക്കാം. ഓക്കെ, അത് ഇവിടുന്ന് തുടങ്ങാം. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് KK ജോസഫ്. പറഞ്ഞു കൊടുക്കല്ലേ, വിയറ്റ്നാം കോളനി. ഓക്കെ, പേര് കിട്ടാൻ ഇത് എളുപ്പ. ഇതെന്റെ പുത്തൻ റേബാൻ ഗ്ലാസ്. വേലക്കാരിയായിരുന്നാലും നീയൻ മോഹൻലി. വേലക്കാരിയായിരുന്നാലും മോഹൻലി. ഓക്കെ, അങ്ങനെ പവനായി ശവമായി എന്തൊക്കെയായിരുന്നു? അയ്യോ ചേട്ടൻ ശവമായ പോലെ പവനായി ശവമായി. ഫോണെ ഫ്രണ്ട്, കോളെ ഫ്രണ്ട്, അതല്ലേ ഗെയിം. മൊയ്തീനെ ആ ചെറിയ സ്പാനറിങ് എടുക്ക്. ഓക്കെ, ഐ ആം ദ സോറി അളിയ. ഐ ആം ദ സോറി. മറ്റേ ഇതല്ലേ സലീമേട്ടനല്ലേ? കറക്റ്റാ. സലീമേട്ടനെ പറയാം. ഐ ആം ദ സോറി അളിയ മറ്റേ ഇതാണോ? ചോക്ലേറ്റ്. നീ പറഞ്ഞ ചോദ്യം ഞാൻ ചേട്ടാ, എനിക്ക് നേരത്തെ വലിച്ച ബീഡി തരുമോ? നേരാ തിരുമേനി. തിരുപ്പതിയായി നേരാ തിരുമേനി ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. എന്നാ അല്ലേ? അമരത്തിലാണോ? നേരാ തിരുമേനി ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ആഴ്വാരല്ല, അമരാണ്. അമരത്തിലല്ലേ? എനിക്കിനി തെറ്റിയതാണോ? ചെക്ക് ചെയ്ത് നേരാ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, ലേലം. എന്നെ ആക്കിയതായിരുന്നില്ല, എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ശരിക്കും ചേട്ടൻ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തോണ്ട് വന്ന് തെറ്റിപ്പോയത് ഞാൻ ഓർത്തു. ഓക്കെ, അടുത്തത് ഭയങ്കര എളുപ്പം. അടുത്തത് ഗെയിം തീരാൻ പോയത് കാരണം ഞാൻ ഭയങ്കര എളുപ്പമുള്ള ഒരെണ്ണം പറയാം. മുതലാളി ജംഗ ജഗജഗ. യെസ്. ഓക്കെ, സോ നമ്മള് ഇൻസ്റ്റഗ്രാമിൽ ഒരു നിങ്ങൾ പെറ്റ് ഡിറ്റക്റ്റീവിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെയ്ത ഒരു റീൽ ഭയങ്കര വൈറലായിരുന്നു. അതായത് ചേട്ടൻ ഇരുന്നിട്ട് വിനയ് ഫോർട്ട് ആ സംഭവം പറയുന്നത്. അപ്പൊ നിങ്ങളോട് ചോദിക്കാന്ന് വെച്ചാൽ, നിങ്ങളോട് രണ്ടുപേരോടും ഷറഫുദ്ദീൻ ഒരു വിനയ് ഫോർട്ട് എന്ന് ചോദിച്ചാൽ എന്താ പറയുന്നതെന്ന് വേണ്ട, ഈ രണ്ട് ആക്ടേഴ്സിലും നിങ്ങൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫാക്ടർ എന്താ? എന്തെങ്കിലും പൊക്കി പറയാം. വെറുതെ നമ്മുടെ ബന്ധമുണ്ടാക്കണം. ഈ ഒറ്റ ഇന്റർവ്യൂ കേട്ട് പറഞ്ഞോളൂ, സിറാജിന് എന്തോ പറയാനുണ്ട്. ഇല്ല, എനിക്ക് പറയാനുള്ളതെന്ന് ഇവർ രണ്ടുപേരും ഒരു സിനിമയില് നിൽക്കുക എന്ന് പറയുന്നത് ഫ്രം ദി ബിഗിനിങ് അതൊരു സ്ട്രഗിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം ഷർഫുക്ക എല്ലാം പണ്ടുതൊട്ടേ ഞാൻ കാണുന്നത് ഒരു ബേസ് അവര് കഷ്ടപ്പെട്ടിട്ട്, അതായത് മറ്റേ ആലുവ അവിടെ ബേസിൽ നിന്നും വർക്ക് ചെയ്ത് സിനിമയിലെത്തി, സിനിമയിൽ സ്ട്രഗിൾ ചെയ്ത് തന്നെ നിന്ന ആർട്ടിസ്റ്റുകളും ഇപ്പൊ ഈ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ വന്ന് നിൽക്കുന്നത് ആസ് എൻ ആർട്ടിസ്റ്റ്, ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ എനിക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ തന്നെയാണ്. അത് മറ്റേ രീതിയിൽ പറയല്ലേ? അല്ല, അത് ഫോർ മീ എനിക്കത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് രണ്ടുപേരും. അതെ, വിനയ് എന്നെ സംബന്ധിച്ചിടത്തോളം വിനയ് ഇതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പക്ഷെ നമ്മളെക്കാളും മുമ്പേ ഇതിനൊക്കെ മുമ്പേ ആയിട്ട് ചിലപ്പോൾ ആഗ്രഹിച്ച ഒരാളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വിനയ് അതിനു വേണ്ടി ചെയ്യുന്ന ഹാർഡ് വർക്ക് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഞാൻ. വിനയ് ഇത് പോയി എന്താ പറയാ
പഠിച്ച ആളാണ്. നമ്മളുടെ ഈ ജനറേഷനിൽ അങ്ങനെ ഫിലിം സ്കൂളിൽ പോയി പഠിച്ച ഒരാളാണ്. സിനിമ അത്ര ഇൻവോൾവ് ആയി നിന്ന് വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് അയാൾ ട്രൈ ചെയ്യുന്ന സിനിമകളൊക്കെ ഭയങ്കര രസമുള്ളതാണ്. പെരുമാനിയാണെങ്കിൽ ആട്ടമാണെങ്കിൽ ക്യാരക്ടർ ലുക്ക് ഭയങ്കര സംശയമാണെങ്കിലും എല്ലാം അങ്ങനെ ട്രൈ ചെയ്യുന്നത്. ഞാൻ സംശയം എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ രാജേഷിനോട് പറഞ്ഞു എനിക്ക് ആ ക്യാരക്ടർ വിനയ് ഫോർട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വിനയ് ഫോർട്ടിനോട് ഞാൻ പറയാം എനിക്ക് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ വിളിച്ച് പറയാം. അപ്പൊ ചിലപ്പോ എടോ എന്ത് പരിപാടി എടോ താൻ എൻ്റെ അടുത്ത് ക്യാരക്ടർ ചോദിക്കുന്നത് എന്നൊക്കെ ചിലപ്പോ പറയുമായിരിക്കും. പക്ഷെ എന്താ പറയാ, അയാൾ ട്രൈ ചെയ്യുന്ന സിനിമകളും ഭയങ്കര രസമുള്ളതാണ്. ഈ സംശയം, ആട്ടം, പെരുമാനി. അപ്പൊ ഈ അടുത്ത് വന്ന പല സിനിമകളിലും എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എനിക്ക് തോന്നിയത് ഇവര് രണ്ടുപേരുടെയും ആഗ്രഹം മാത്രമല്ല, വന്ന കാലം മുതൽ എനിക്ക് ഷെർഫിനെ അറിയാം, ആഗ്രഹത്തിനൊപ്പം അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു വലിയൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞങ്ങൾ ആഗ്രഹം കൊണ്ട് വെറുതെ പരിക്കാതിരുന്ന് മോഹങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതല്ല, വെറുതെ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ലാണ്ട് പണിയെടുത്ത് ഇവിടെ എത്തിയിൽ ഒരു പ്രൊഡ്യൂസറെ കണ്ടതിലും ഭയങ്കര സന്തോഷം തന്നെയാണ്. ഞങ്ങള് വളരെ ആദ്യം മുതൽ അറിയാവുന്ന സുഹൃത്തുക്കളാണ്. ഞാൻ സിനിമാകാരനാവുന്നതിനൊക്കെ മുമ്പ് ഭഗത്തിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കി തന്ന ചോറൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞങ്ങള് കുറെ കാലം മുമ്പേ അറിയാവുന്നവരാണ്. അപ്പൊ ഭഗത്ത് ഈ സിനിമയിൽ വന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ നമ്മൾ കാസ്റ്റിങ്ങിന്റെ സമയത്ത് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഭഗത്തിന് എൻ്റെ ഓർമ്മയിലേക്ക് വരുത്തിയതിൽ ഒരു കാരണം എന്തോ ഉണ്ടാവുമല്ലോ. പക്ഷെ ഭഗത്ത് വന്നത് എനിക്ക് ഭയങ്കര പേഴ്സണലി അതിലൊരു എന്തോ കാരണം ഉണ്ട്, അതിലൊരു സന്തോഷമുണ്ട്. നമ്മുടെ കൂട്ടുകാർ ഇപ്പം ഇവനായാലും എല്ലാവരും ഓരോ പടി ഉയർന്ന് പൊങ്ങുമ്പോൾ നമുക്ക് ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവും. ആ ഒരു സന്തോഷം കിട്ടിയതാണ് ഇപ്പോൾ അവൻ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടപ്പോൾ കൊള്ളാലോ, അടുത്തൊരു സ്റ്റേജിലേക്ക് കയറുവാണല്ലോ. അപ്പോൾ അതിലൊത്തിരി പൊട്ടളി അയക്കണല്ലോ. ഓക്കെ, ഞാൻ വിചാരിച്ച പ്രൊമോഷന് വിനയ് ചേട്ടൻ ഉണ്ടാവും എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വിനയ് ചേട്ടന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ ഉത്തരം പറഞ്ഞു വിനയ്, താൻ ചോദിക്കാൻ. ഞാനതൊന്ന് തിരിച്ചിട്ട് നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അതായത് വിനയ് ചേട്ടൻ ഒരു ഇന്റർവ്യൂല് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മഹേഷ് നാരായണൻ സാറ് ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇയാൾ നടക്കുന്നത് പോലെ നടക്കണം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് അത് ആ പറഞ്ഞു കൊടുത്തത് കുറച്ച് ചലഞ്ചിങ് ആയിട്ട് തോന്നി. വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞത് ചലഞ്ചിങ് ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കേട്ട ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ബ്രീഫ് ഏതാ? ഞാൻ പറയട്ടെ, ലൈഫിൽ ആദ്യമായിട്ട് അൽഫോൺസ് എനിക്ക് അഭിനയിക്കാൻ അറിയോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി പറഞ്ഞ സീനാണ്. ഒരു പെൺകുട്ടിയുടെ അടുത്ത് പൂവുമായി പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പോൾ അസ്ഥാനത്ത് ഉറുമ്പ് കടിക്കുന്ന സീനാണ് ആദ്യം പറഞ്ഞത്. അൽഫോൺസ് അതൊന്ന് അഭിനയിച്ച് കാണിക്കുക, എന്നിട്ട് പറയുന്നതിന്റെയൊക്കെ സിനിമയിൽ എടുക്കാൻ പറ്റൂല. അതായിരുന്നു ഞാൻ കേട്ടതിൽ ഏറ്റവും ടഫസ്റ്റ് സീൻ. ക്യാരക്ടർ ബ്രീഫ് അല്ലേ? ചേട്ടൻ കേട്ടല്ലോ? അങ്ങനെ പെട്ടെന്ന് എന്റെ മനസ്സിൽ അങ്ങനെ ഒന്നും വരുന്നില്ല. ഞാൻ ഇന്റർവ്യൂന്ന് മുമ്പോട്ട് കൊണ്ടുപോട്ടെ, എന്തെങ്കിലും പറയട്ടെ. മലർവാടിയാണ് ഫസ്റ്റ് പടത്തിന്റെ നമുക്ക് ഞാനിങ്ങനെ ഒരുപാട് ഓഡീഷൻസിനൊക്കെ പോകും. ഓഡീഷൻസിന് അവർ ഇരിക്കുന്ന ഒരു സീൻ തരുമല്ലോ, ഈ സീൻ ചെയ്ത് കാണിക്കും. പെട്ടെന്ന് പറഞ്ഞിട്ട് അത് സീൻ ചെയ്ത് അത് ഏത് ഓഡീഷന് പോയാലും നമ്മൾ മനസ്സ് 100% കൊടുത്ത് ആ സീൻ ചെയ്യാൻ പറ്റില്ല. ആ ബ്രീഫ് ഭയങ്കര പാടായിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ള കഥയുണ്ട്. നമ്മുടെ മിഥുന്റെ പടം ആട് 3യുടെ കഥ കേട്ടിട്ട് അതെന്റെ കിളി പോയതാ. ക്യാരക്ടർ ബ്രീഫ് കേട്ടപ്പോ ഒരു രക്ഷയില്ലായിരുന്നു. നമുക്കൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ സോങ് കണ്ട കാര്യം പറഞ്ഞപ്പോൾ അതിനകത്ത് ഒരു സോങ് ഒരു റെട്രോ മൂഡുള്ള ഒരു സാധനം കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പഴയകാല അങ്ങനെ എന്തെങ്കിലും റെഫറൻസ് സാധനങ്ങളൊക്കെ ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് ഒരു വിനയ് ചേട്ടന്റെ ഒരു എൻട്രി ഉണ്ട് അതിനകത്ത്. അങ്ങനെയല്ല, ഇതിൻ്റെ അകത്ത് ഒരു കഥാപാത്രത്തിന്റെ പഴയ കാലഘട്ടം നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിന് വേണ്ടി നമ്മളൊരു പഴയ പാട്ട് പ്ലാൻ ചെയ്തു. ആ പഴയ പാട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ആ പഴയ പാട്ട് സെറ്റ് ചെയ്ത് അത് നമ്മൾ റീമിക്സ് ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പോഴേക്കും ആ സീൻ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പോർഷൻ നമുക്ക് വേണ്ടാന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. പക്ഷെ നമുക്ക് ആ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ സിനിമയിൽ അത് യൂസ് ചെയ്യണമെന്നായി. അത് ഞങ്ങളത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള പ്ലാനൊക്കെ എത്തി. അവസാനം വന്നപ്പോൾ അതിന്റെ ലൈസൻസ്, അതിന്റെ എഗ്രിമെന്റ് കാര്യങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ. അപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞ എന്നാ ആ പാട്ട് മിസ്സാവുന്ന പടത്തിൽ നിന്ന് പോകുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. അപ്പൊ എന്നാ ആ പാട്ടിനോട് ചേരുന്ന വേറൊരു പാട്ട് നമുക്ക് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് എത്തി പാട്ടാണ്. ഓക്കെ, സോ പ്രണേഷ് ചേട്ടാ, സിനിമ ഫുൾ ഷൂട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞു. നമ്മൾ പ്രിവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ചേട്ടൻ എന്ത് തോന്നി? സന്തോഷം തോന്നി? അല്ലാതെ പ്രേക്ഷകരിലേക്ക് എങ്ങനെ കൺവേ ആവും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, നമുക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇപ്പൊ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ക്രൂവിനും ബെസ്റ്റ് കാസ്റ്റിനെയാണ് കിട്ടിയേക്കുന്നത്. നമ്മൾ അതിന്റെ ഒരു പകുതി അപ്പൊ തന്നെ നമ്മൾ ഹാപ്പിയാണ്. പിന്നെ അത്രയും പാക്ഡ് ആയിട്ടുള്ളൊരു ഔട്ടാണ് വന്നേക്കണേ. അത്രയും എന്റർടൈൻഡ് ആണ്, അത്രയും ഫൺ ഫിൽഡ് ആണ് ആ സാധനം.
അപ്പൊ ഇനിയിപ്പോ നമുക്ക് വലിയ ടെൻഷനൊന്നും ഇല്ല. നമുക്കറിയാം ഇത് എല്ലാ ടൈപ്പ് ആൾക്കാരും ഇത് ഇഷ്ടപ്പെടും, കേറും എന്നുള്ളൊരു ഫുൾ കോൺഫിഡന്റ് ആണ്.